ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാതെ പോകുന്ന സച്ചിയുമായിട്ട് കുത്തനെയുള്ളൊരു പടിയുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നതിന് ശേഷം അവിടെ വണ്ടി നിർത്താനായിട്ട് രേവതി ആവശ്യപ്പെടുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സച്ചി കാണുന്നത് അവിടെ വന്നിരുന്ന എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളെ തൻ്റെ കൈകൾ എടുത്തുകൊണ്ടാണ് കയറുന്നത്. ഇത് കാണുന്ന സമയത്താണ് രേവതി സച്ചിയുമായിട്ട് പറയുന്നത്, ഇവിടുത്തെ ആചാരമാണിത്, ഈ ഒരു ആചാരം ചെയ്യാൻ തന്നെയാണ് നമ്മളും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ സച്ചി അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, ഞങ്ങൾക്ക് മുടിഞ്ഞ വെയിറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി എടുത്തുകൊണ്ട് സച്ചി സ്റ്റെപ്പുകൾ കയറുകയാണ്. സ്റ്റെപ്പുകൾ കയറി പകുതി എത്തുന്ന സമയത്ത് സച്ചി ആകെ ക്ഷീണിതനാവുകയാണ്. എന്നാൽ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അടുത്തെങ്കിൽ എന്നെ താഴെ നിർത്തിക്കോളൂ എന്ന് പറയുകയാണ്. ഈ നേരത്താണ് അമ്പലത്തിൽ പൂജാരി എതിരെ വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ താഴെ നിർത്തിക്കോളാം, കാരണം ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തണമെങ്കിൽ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത്രയേറെ ദൃഢമുള്ള ബന്ധമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് തിരുമേനി അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിയെ താഴെ നിർത്താതെ തന്നെ സച്ചി സ്റ്റെപ്പുകൾ കയറി ക്ഷേത്രത്തിൽ നട വരെയും കൊണ്ടുപോവാണ് കേട്ടോ. മുകളിലെത്തിയതിന് ശേഷം രേവതിയെ താഴെ നിർത്തുമ്പോഴത്തേക്കും സച്ചി ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവുകയും വേഗം തന്നെ തൻ്റെ സാരിയുടെ തുമ്പ് കൊണ്ട് സച്ചിയുടെ വേർപ്പൊക്കെ ഒപ്പി കൊടുക്കുന്നുണ്ട് രേവതി. നടയിൽ ചെന്നതിന് ശേഷം സച്ചിയുടെ വണ്ടിയുടെ കീ മേടിച്ചിട്ട് തിരുമേനിയോടായിട്ട് പറയുകയാണ്, തിരുമേനി ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഇനി ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നഷ്ടമായി പോകരുത്, തിരുമേനി ഇതൊന്ന് പൂജിച്ച് തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ താക്കോലൊക്കെ പൂജിച്ച് മേടിക്കുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സച്ചിയുടെ നെറുകയിൽ ചന്ദ്രനെക്കുറി ചാർത്തി കൊടുക്കുന്നതും രേവതി തന്നെയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര ബാമയെ ഫോൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് കോള് പോകുന്നില്ല കേട്ടോ. അപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ചന്ദ്ര ഫോൺ സെർച്ച് ചെയ്തുകൊണ്ട് നോക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സുധി വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇത് ഫ്ലൈറ്റ് മോഡിൽ ഫോൺ കിടക്കുന്നതുകൊണ്ടാണ് കോള് പോകാത്തതായിട്ട് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മോനെ, നിനക്ക് എന്തോരം അറിവുകളുള്ളത്, എന്നിട്ട് നിനക്കൊരു നല്ല ജോലി കിട്ടുന്നില്ലല്ലോ, എന്തായാലും നല്ലൊരു ജോലിക്ക് നോക്ക് എന്ന് പറയുകയാണ്. ഈ സമയത്ത് സുധി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ജോലിക്ക് നോക്കുന്നുണ്ടമ്മേ, പിന്നെ എനിക്കൊരു 1000 രൂപ തന്ന് അമ്മ സഹായിക്കണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പൈസ കൊടുക്കുന്നില്ല കേട്ടോ. അത്ര സ്തുതി പറയുന്നുണ്ട് അമ്മേ എനിക്കിന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂവിന് പോകാനാണെന്ന് കള്ളം പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര വേഗം രവി തൻ്റെ പക്കൽ ഏൽപ്പിച്ച കുറച്ച് പെൻഷൻ കാശ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1000 രൂപ എടുത്ത് സുധിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയും ഈ ഇൻ്റർവ്യൂവിന് പാസ്സാകണം, ജോലി മേടിച്ചെന്നെ തിരിച്ചു വരാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ അവിടുത്തെ പറഞ്ഞു വിടാൻ നോക്കുന്ന സമയത്ത് അമ്മേ ഒരു 500 രൂപ എനിക്ക് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് 500 രൂപയെ സുധി ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് അവിടെ പോവുകയാണ്. ഇതേ സമയം ശ്രുതി ആകട്ടെ തൻ്റെ പേഴ്സിൽ കിടന്ന് 500 രൂപ പോലും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സ് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അന്നേരമാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എന്ത് പറ്റി സുധി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ബാഗിൽ കിടന്നിരുന്ന 500 രൂപ കാണുന്നില്ല സുധി എന്ന് ശ്രുതി തിരിച്ച് മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്രുതി വേഗം നമ്മുടെ ചിലവിന് പോകുന്നതിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നോ, പൈസ നിനക്ക് ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയിൽ നിന്ന് 500 രൂപ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് വാഷ്റൂമിലേക്കായിട്ട് ശ്രുതി പോകുന്ന സമയത്താണ് നവീൻ വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നത് ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കുന്ന നവീൻ ഒന്നും തന്നെ പറയുന്നില്ല, ഒന്നുമില്ലാതെ കോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അറിയില്ല, ഞാൻ സംസാരിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ കോൾ കട്ട് ചെയ്തു എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് വേഗം തന്നെ ശ്രുതിക്ക് നവീനാണെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. ശ്രുതി വേഗം തന്നെ ചിലപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കി വരികയാണ്. മാത്രമല്ല അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതി പോയി തൊട്ട് പുറകെ തന്നെ നവീൻ ശ്രുതിയെ വിളിക്കുകയാണ്. വേഗം തന്നെ ശ്രുതി റൂമിൻ്റെ വാതിൽ പൂട്ടിയതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്യും കേട്ടോ. അന്നേരം നവീൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് മുഴുവൻ തീർന്നു കല്യാണി, നിന്നോട് ഞാൻ നേരത്തെ 50,000 ചോദിച്ചപ്പോൾ നീ എനിക്ക് 25,000 അല്ലേ തന്നോളൂ, അതിൻ്റെ ബാക്കി 25,000 ഇന്നത്തെ 50,000 കൂട്ടി 75,000 രൂപ എനിക്ക് വേണം എന്ന് നവീൻ പറയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കാണിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.